നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സഞ്ജു സാംസൺ ഇന്നത്തെ ദിവസം അടിച്ച് തകർത്ത് കളഞ്ഞു. 52 പന്തിൽ സെഞ്ചുറി അടിച്ചു. 205 അടുത്ത് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം കളിച്ചത്. 115 റണ്ണെടുത്ത് പുറത്താകാതെ നിന്നു. 15 ഫോറുകളും 4 സിക്സറുകളും അടങ്ങുന്ന ഉഗ്രൻ ഇന്നിങ്സ് ആയിരുന്നു. രവിശാസ്ത്രി കളിക്കിടെ കമൻട്രിയിൽ കൃത്യമായിട്ടാണ് കാര്യം പറഞ്ഞത്. സഞ്ജുവിൻ്റേതൊരു ക്ലാസി ഇന്നിങ്സ് ആയിരുന്നു. ശരിയാണ്. കാരണം സിറ്റുവേഷനും സാഹചര്യം, പിച്ചിൻ്റെ അവസ്ഥ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും സഞ്ജുവിൻ്റേത് ഒരു ക്ലാസ് ഇന്നിങ്സ് ആയിരുന്നു. ഗംഭീരമായി പന്ത് നന്നായി ടൈം ചെയ്ത് ഗംഭീരമായി കളിച്ച സഞ്ജു 3 കളിയിലെ നിരാശയും 4ാമത്തെ കളിയിൽ തീർത്തിരിക്കുന്നു. ഉഗ്രൻ സെഞ്ചുറി ആയിരുന്നു. ഇത് സഞ്ജുവിൻ്റെ 4ാമത്തെ സെഞ്ചുറിയാണ്. 4 സെഞ്ചുറികൾ ഇതുവരെയായിട്ട് IPL സഞ്ജു നേടിയിട്ടുണ്ട്. ഈ 4 സെഞ്ചുറികളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതാത് സീസണുകളിലെ ആദ്യത്തെ സെഞ്ചുറി ആയിരുന്നു സഞ്ജു നേടിയതെല്ലാം. ഇത്തവണയും അതെ. ഈ സീസണിലെ മൊത്തം ടീമുകൾക്കിടയിലെ ബാറ്ററുടെ ആദ്യത്തെ സെഞ്ചുറിയാണിത്. അത് സഞ്ജു നേടിയിരിക്കുന്നു. തീർച്ചയായിട്ടും 2020 ലോകകപ്പിൽ സഞ്ജു വന്ന ഒരു വഴിയുണ്ട്. ആ 3 ഇന്നിങ്സുകൾ, ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത ആ ഇന്നിങ്സുകൾ. അതിനുശേഷം 3 കളികൾ, തുടക്കത്തിലെ ആദ്യ 3 കളികളും സീസണിലെ ആദ്യത്തെ 3 കളികളിലും തീർത്തും നിരാശപ്പെടുത്തിയിരുന്നു സഞ്ജു. പക്ഷേ അതെല്ലാം ഇന്ന് തീർത്ത് തന്നിരിക്കുന്നു. അതിഗംഭീരമായിട്ട് അദ്ദേഹം ഗംഭീരമായി കളിച്ചിരിക്കുന്നു. ആ സെഞ്ചുറി തീർച്ചയായിട്ടും ചെന്നൈക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സെഞ്ചുറിയാണ്. ഒപ്പം ആയുഷ് മാത്രയ്ക്കൊപ്പം ചേർന്ന് ചെന്നൈക്ക് വേണ്ടി സെഞ്ചുറി കൂട്ടുകെട്ടും സഞ്ജു ഉണ്ടാക്കിയിരുന്നു. എന്തായാലും സഞ്ജുവിൻ്റെ എക്കാലത്തെയും മികച്ച IPL ഇന്നിങ്സുകളിൽ ഒന്നാണ് ഇന്നത്തേത് എന്നതിൽ തർക്കമില്ല. വളരെ ക്ലാസിയായി അദ്ദേഹം കളിച്ചു. അദ്ദേഹം ഒരിക്കലും ശക്തിയുടെ ബലത്തിലല്ല, കയ്യൂക്കിൻ്റെ ബലത്തിലല്ല ആ ഷോട്ടുകൾ. എല്ലാം ക്ലാസ് ഷോട്ടുകളായിരുന്നു. ടൈമിംഗ് ആയിരുന്നു അതിൽ പ്രധാനപ്പെട്ടത്. അതെല്ലാം അദ്ദേഹം ഗംഭീരമായി കളിച്ചു. സഞ്ജു ആരാധകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ഒരു ഇന്നിങ്സ് കളിച്ച് ചെന്നൈക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഈ ഇന്നിങ്സ്, സഞ്ജുവിൻ്റെ ഇന്നിങ്സ് എക്കാലവും ഓർക്കാവുന്ന ഒരു ഇന്നിങ്സായി അത് മാറിയിരിക്കുന്നു.